ഇന്നലെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയന്റ് ഗൗരാമികൾക്ക് ചെമ്പരത്തി ഫീഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ചെമ്പരത്തി പൂവ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടാങ്കാണ്. അതിനകത്ത് ആൽബിനോ അതുപോലെ ബ്ലാക്ക് ജയന്റ് ഗൗരാമികൾ അത്യാവശ്യം സൈസ് ഉള്ളതാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ചെമ്പരത്തി കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ അവർ അതെടുത്ത് കഴിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ജയന്റ് ഗൗരാമികൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന മീനുകളാണ്. പലതരത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ അവർ കഴിക്കാറുണ്ട്. അത് വിചാരിച്ച് എന്ത് സംഭവം അവർക്ക് ഫീഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. നമ്മുടെ ഇവിടെ നിറച്ച് ചെമ്പരത്തിയുടെ ചെടികൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒന്നിലും പൂവ് കാണാനില്ല. പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് വന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാമായിരുന്നു. തീർച്ചയായിട്ടും അത് കഴിക്കും. പക്ഷേ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഒരു പൂവ് പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇവിടെയൊക്കെ ചെമ്പരത്തിയുടെ ചെടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മതിലിനോട് ചേർന്നൊക്കെ ഇഷ്ടംപോലെ ചെമ്പരത്തിയുടെ ചെടികൾ നിൽക്കുന്നുണ്ട്. സാധാരണ നിറച്ച് പൂവ് കാണാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒന്നിലും പൂവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയത് എവിടെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. ചെമ്പരത്തിയുടെ പൂവ് അതുപോലെ തന്നെ അതിൻ്റെ ഇല ജയന്റ് ഗൗരാമികൾക്ക് ഫീഡ് ചെയ്യുന്നത് സേഫ് തന്നെയാണ്. പക്ഷേ ഇത് റെഗുലറായിട്ട് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് സ്റ്റേപ്പിൾ ഫുഡായിട്ട്, അതായത് റെഗുലർ ഫുഡായിട്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ജസ്റ്റ് 2 പൂവ് ഇട്ട് കൊടുക്കുക, അങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ കുഴപ്പമൊന്നുമില്ല. ചെമ്പരത്തിയുടെ പൂവ് കൊടുക്കുന്നത് 100% ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂത്ത ഇലകൾ കൊടുക്കാതിരിക്കുക. അതായത് നല്ല ഡാർക്ക് പച്ചയായിട്ട് നല്ല കട്ടിയുള്ള ഇലകളാണെന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം അതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ട് മുളച്ച് വരുന്ന വളരെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഫീഡ് ചെയ്യാൻ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ചെമ്പരത്തിയുടെ പൂവാണെങ്കിലും ഇലയാണെന്നുണ്ടെങ്കിലും ഫീഡ് ചെയ്യാനായിട്ട് സേഫാണ്. പക്ഷേ റെഗുലറായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആഴ്ചയിൽ 1-2 തവണ മാത്രം നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. ഓവർ ഫീഡിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 100% എന്നൊന്നും പറയുന്നില്ല, ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് ബ്ലോട്ടിങ് പ്രോബ്ലം, അതായത് ഇത് ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ വരുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് റെഗുലറായിട്ട് ഫീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർ ഫീഡൊന്നും ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഫീഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെമ്പരത്തിയുടെ പൂവും ഇലയും ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ റെഗുലറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക. ആഴ്ചയിൽ 1-2 തവണ ഫീഡ് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പരത്തിയുടെ ഇലയൊക്കെ നമ്മൾ താളി പോലുള്ള സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊഴുകൊഴുപ്പുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ ലിക്വിഡിനൊക്കെ നമ്മൾ താളിയൊക്കെ അരച്ച് കഴിയുന്ന സമയത്ത്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവാണെന്നുണ്ടെങ്കിലും ഭയങ്കര കൊഴുത്ത ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ മീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ടുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ സേഫ് ആണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ പൂവിൻ്റെ ഇലകളുടെയൊക്കെ വേസ്റ്റ് വെള്ളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക.